ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പട്ടിണി കിടക്കുക എന്നുള്ളതല്ലത്രേ. ദൈവ സന്നിധിയിൽ ദൈവത്തോടൊപ്പം കഴിക്കുന്ന ആരാധനയ്ക്കത്രേ, ഇല്ലെങ്കിൽ സമയത്തിനത്രേ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. It's not that you're starving in a fasting. You could do that way, but it's a time that you're spending in the presence of the Lord, and when you are in the presence of the Lord, you will not even think about eating food or having something. അതുകൊണ്ടത്രേ വചനം വ്യക്തമായി ഇപ്രകാരം പറയുന്നത്, മനുഷ്യനാൽ അസാധ്യം എന്നാൽ ദൈവത്താൽ സകലതും സാധ്യം എന്ന്. And that is why it says in the scripture, these things are impossible by pure human but possible by God. നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യുവാൻ, നിങ്ങൾക്ക് പട്ടിണി കിടന്നാൽ നിങ്ങൾക്ക് ക്ഷീണം വരുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയത്രേ. It is the fact that if you are starving, if you are not taking food or not taking the enough meals, അവിടെ മനുഷ്യനാൽ അസാധ്യം എന്ന വചനം നിവൃത്തിയാകപ്പെടുന്നു. you might feel tired and you might feel sick, but it is impossible for human to do it. എന്നാൽ നിങ്ങൾ ഹല്ലേലൂയ ഭക്ഷണം വെടിഞ്ഞ് ദൈവസന്നിധിയിൽ ദൈവത്തോടൊപ്പം നിങ്ങൾ സമയം ചിലവഴിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഹല്ലേലൂയ അവന്റെ കൃപ നിങ്ങളുടെ മേൽ തികഞ്ഞു വരിക തന്നെ ചെയ്യുമത്രേ. But if you are staying away from eating and drinking, or maybe taking a break from skipping your meal, and you spending that time to be with the Lord, you will definitely receive that faith back into you. പലരും പറയാറുണ്ട്, ഫാസ്റ്റിംഗ് ഞാനും എടുക്കാം, കാരണം എനിക്ക് അല്പം തടി കുറയ്ക്കണമെന്ന്. Many people say that I would like to take fasting, I want to lose my weight. അവിടെ നിങ്ങൾക്ക് തലവേദനയും വരും, നിങ്ങൾക്ക് ക്ഷീണവും ഉണ്ടാകും. If it is just for losing weight, you might feel tired, you might get a headache. എന്നാൽ ദൈവത്തോടൊപ്പം ഇരിക്കാനായിട്ട് നിങ്ങൾ സമയം ചിലവഴിച്ച് ഫാസ്റ്റ് ചെയ്യുകയെങ്കിൽ അവിടെ രണ്ട് ഗുണങ്ങളത്ര നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നത്. But if you are deciding to be fasting in prayer and to be spending time in prayer during fasting, then you will never feel that tiredness. ഒന്ന് നിങ്ങൾ വിശ്വാസത്തിൽ വർദ്ധിക്കുകയും നിങ്ങൾക്ക് അസാധ്യമായതിനെ സാധ്യമാക്കുവാൻ കഴിയുകയും ചെയ്യും. One thing is that you will be improved and increased in the faith, and also you could restore something in yourself. ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലയും എന്ന വചനപ്രകാരം അത് ചെയ്യുകയാണ് എങ്കിൽ മറ്റൊരു ഗുണം അതിന് ഉണ്ടാകുവാൻ പോകുന്നത് ഇപ്രകാരം അത്രേ. First you seek the kingdom of the Lord and be in prayer and fasting. There is one great thing is going to happen to you. നിങ്ങൾക്ക് ഒരുപക്ഷേ ശരീരം നിങ്ങളുടെ വണ്ണം കുറയ്ക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കാം. You have got earnest desire that to lose your weight. ഇന്ന് ഹല്ലേലൂയ അനേക ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നിവിടെ ഇറങ്ങുമ്പോൾ ഒരു സഹോദരൻ കാണുമ്പോഴേ ഇപ്രകാരം അത്രേ പറഞ്ഞത്. Many days later when I just come down, there's somebody seen me and said like this, ഓ പാസ്റ്റർ വണ്ണമൊക്കെ കുറഞ്ഞ് സുന്ദരനായിരിക്കുന്നു എന്ന്. Somebody commented like this, pastor has lost weight and become handsome. ഇതാണ് മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. And this is another beauty of the fasting. ഞാൻ എൻ്റെ വണ്ണം കുറയ്ക്കാനോ സുന്ദരനാകാനോ ഒന്നും ചെയ്തില്ല അത്രേ. I haven't done anything to lose my weight or become handsome. ഞാൻ ദൈവ സന്നിധിയിൽ സമയം ചിലവഴിക്കുക മാത്രമത്രേ ചെയ്തത്. I have only spent time in the presence of the Lord. ഇത് തന്നെ അത്രേ മോശയും ദൈവ സന്നിധിയിൽ ഇറങ്ങി വന്നപ്പോൾ സംഭവിച്ചത്. And this is a similar thing happened to Moses when he was on the Mount Sinai, and when he come down he had seen as a different person. ആകയാൽ നിങ്ങൾക്ക് സൗന്ദര്യവർദ്ധനവ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, if you want to increase or get a beauty back in ഈ yourself, ലോകത്തുള്ള എല്ലാ ഹല്ലേലൂയ മരുന്നുകൾക്കും പുറകെ പോകാതെ, don't go behind the medicines. ഓ ദൈവസന്നിധിയിൽ നിങ്ങൾ സമയം ചിലവഴിക്കുന്നു എങ്കിൽ, if you are ready to spend time in the presence of the Lord, കാരണം ദൈവം സൂര്യചന്ദ്രന്മാരിലും പ്രകാശമായ സുന്ദരനും കോമളനും എന്ന് വചനം പറയുന്നു. we know that our God is a brighter God. He is a beautiful God. He is beautier than or better than the sun and the moon. അത് അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു സത്യത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ അതിന്റെ പ്രതിഫലനം നിങ്ങളുടെ മേലും ഉണ്ടായേ മതിയാകത്തുള്ളൂ. So the fact is that the truth is that when you are spending time in the presence of the Lord, you will see changes in yourself. Outwardly people could see that what's happening to you.